എല്ലാവർക്കും സ്വാഗതം. ആദ്യ നവി വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജിന്റെ കുറച്ചുകൂടി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഗ്ലോബൽ വില്ലേജിന് കുറെ എൻട്രൻസുകൾ ഉള്ളതിൽ ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഇത്. അപ്പൊ നമ്മൾ ഇതൊരു ഡേ ടൈം ഏകദേശം ഒരു ഈവനിങ് 5 മണിയൊക്കെ ആയപ്പോൾ എടുത്ത ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. വീണ്ടും നിവർന്ന് ഇങ്ങനെ കിടക്കുന്ന വലിയൊരു ഗേറ്റ് ആണ് ഇത്. നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ, ഒരു ഗോൾഡൻ ബേജ് കളറിൽ ഭയങ്കര രസമുണ്ട് ഒരു ഡേ ടൈമിലെ വ്യൂവും. അതുപോലെ ഇത് രാത്രി കഴിയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി തെളിഞ്ഞ് അതും കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന കൗണ്ടറുകൾ വരുന്നത്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഗേറ്റ് ആണ് കേട്ടോ. ഈ ഗ്ലോബൽ വില്ലേജിൽ നമുക്ക് പല സ്ഥലത്ത് പാർക്കിംഗ് ഒക്കെ കിട്ടും, പലപ്പോഴും പോകുമല്ലോ. അപ്പൊ പല സമയത്ത് പാർക്കിംഗ് കിട്ടുന്നതനുസരിച്ച് പല എൻട്രൻസുകളിലൊക്കെയാണ് അകത്ത് കയറാറ്. എത്ര എൻട്രൻസ് ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ കുറെ എൻട്രൻസുകൾ വരുന്നുണ്ട്. ഒരു 3 എൻട്രൻസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഈ ഗേറ്റിന്റെ അകത്ത് വരുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഈ സ്ട്രക്ചർ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സ്ട്രക്ചർ ആ ഏരിയ അല്ല ഇത്. അത് മിനി വേൾഡ് എന്ന് പറഞ്ഞ വേറൊരു ഏരിയ ആണ്. ഇത് വരുന്നത് കുറച്ച് ലോകാത്ഭുത ബിൽഡിങ്ങുകളൊക്കെ വരുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ്. അതിന്റെ ഒരു രാത്രി വ്യൂ ആണിത്. താജ്മഹലും അതുപോലെ നമ്മുടെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ലോകാത്ഭുതങ്ങളും ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അത്ഭുത ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ബിൽഡിങ്ങുകളാണെങ്കിൽ പോലും ഇതിന്റെയൊക്കെ ഈ എലിവേഷനിലും ഈ റൂഫ് ടോപ്പിലും മാത്രമേ ഉള്ളൂ ഇത്. പക്ഷെ അകത്തൊക്കെ കാണുന്നത് ഓരോ സ്റ്റോറുകളാണ്, അതായത് ഓരോ ഷോപ്പുകളാണ്. ഓത് പെർഫ്യൂംസിന്റെ ഒക്കെ ഒരു ഷോപ്പായിരുന്നു നമ്മുടെ താജ്മഹൽ കണ്ടത്. അതും അതേട്ടോ, രാത്രിയിൽ നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്, കാണാൻ ഭയങ്കര രസമുള്ള ഒരു ഏരിയ ആണ് അത്. അപ്പൊ ആ കാണുന്ന ഓരോ ബിൽഡിങ്സ് അങ്ങനെ തന്നെയാണ്, ഓരോ ഷോപ്പൊക്കെയാണ് വരുന്നത്. പല പല ഐറ്റംസ് സെയിൽ ചെയ്യുന്ന കടകളാണ്. ആ നേരെ കാണുന്നതാണ് റെഡ് കളറിൽ ഇപ്പൊ ലൈറ്റ് കാണുന്നതാണ് നമ്മുടെ ഗേറ്റ്. ഇത് വേറൊരു ഗേറ്റ് ആണ്, ഇതിന്റെ ഔട്ട്സൈഡ് വ്യൂ ആണിത്. ആ ഗേറ്റ് എൻട്രൻസ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഇതും അതെ, ഇതുപോലെ ലൈറ്റുകൾ മാറി മാറി തെളിയും. അപ്പൊ നമ്മൾ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിസിബിൾ ആണ് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച ഗേറ്റ് ഇത് വേറൊരു ഗേറ്റ് എൻട്രൻസ് ആണ്. അത് ഞാൻ അകത്തുനിന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പൊ ഇതാണ് അവിടുത്തെ ടിക്കറ്റ്. ഈ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അകത്ത് കയറിയപ്പോ ഇതാ ഫുഡിന്റെ സ്ട്രീറ്റുകൾ, അതായത് ചെറിയ ചെറിയ കിയോസ്ക് പോലുള്ള ഷോപ്പുകൾ ഒരു സൈഡിലുണ്ട്. അതിന്റെ ഒരു സൈഡിലായിട്ട് പവലിയൻസും വരും. ഇത് നമ്മുടെ ഒരു ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അതൊരു പവലിയൻ തന്നെയായിരുന്നു. ഇതിന്റെ അകത്ത് നമ്മൾ കുറച്ചൊക്കെ കയറി കണ്ടു. ഇത് നമ്മുടെ സ്വന്തം UAE പവലിയൻ ആണ്. ഇതിന്റെ അകത്തും അത് കുറെ ഐറ്റംസ് ഒക്കെ കാണാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ കുട്ടികളുണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കോളേജിൽ ഉണ്ടായിരുന്ന ജിഷ്മയും ഫാമിലിയും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ ഒപ്പം വരാൻ. അപ്പൊ അവർ അബുദാബിയിൽ നിന്നാണ് വന്നത്, അവരും കൂടിയാണ് പോയത്. അപ്പൊ 3 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരൊക്കെ ഇതുപോലെ സ്റ്റാർട്ടിങ്ങില് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. ഈ പവലിയന്റെ തൊട്ടടുത്ത് വരുന്നതാണ് പാകിസ്ഥാൻ പവലിയൻ. ഏകദേശം അതിന്റെ ആ ഒരു ലുക്കൊക്കെ ഒരേപോലെ ഇരിക്കുന്നു കേട്ടോ കണ്ടിട്ട്. എന്നാലും പുറത്തുനിന്നുള്ള ലുക്കാണ് കേട്ടോ, അകത്ത് നല്ല എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. നമ്മളെ ഇന്ത്യ പവലിയൻ പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പവലിയനാണ് ഈ പാകിസ്ഥാൻ പവലിയൻ. ഇതിന്റെ അകത്ത് കണ്ട ഒരു ഭയങ്കര രസമുള്ള ഒരു സാധനമായിരുന്നു ഇതൊക്കെ. നാച്ചുറൽ സ്റ്റോൺ മാർബിൾ കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ രൂപങ്ങള്. നാച്ചുറൽ സ്റ്റോൺ ആണ്, പലതരത്തിലുള്ളതുണ്ട്. ഓരോ ഐറ്റംസ് നമ്മുടെ ഷോപ്പ് പീസസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒത്തിരി ഐറ്റംസ്, ഇല്ലാത്തതൊന്നുമില്ല, അത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ ഡ്രസ്സ്, ജാക്കറ്റ്, ലെതർ ഐറ്റംസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വേറെ ഒരു പവലിയനിലും കാണാത്ത അത്രയും ജാക്കറ്റ്സിന്റെ കളക്ഷൻ ഉണ്ട്, ലെതർ. പിന്നെ സ്നാക്സ്, ജ്വല്ലറി, അതുപോലെ വീണ്ടും കുറേ തുണികളാണ് കുറേ ഉള്ളത്. പിന്നെ നമ്മൾ ഇതുപോലെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ലെതർ, ഒറിജിനൽ ലെതറിന്റെ ബാഗ്, ജാക്കറ്റ്, വാലറ്റ്സ്, ബെൽറ്റുകള് അങ്ങനെ കാണാൻ പറ്റും. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വേറെ ഒരു പവലിയൻസിൽ ഇത്ര അധികം ലെതർ ഐറ്റംസ് കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു. ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇവിടെ അതുപോലെ ഇങ്ങനെ ഷോപ്പിനൊക്കെ പേരൊക്കെ ചെയ്തിട്ട് ഓരോ നമ്പറിങ് ചെയ്ത ഷോപ്പുകളാണ്. ഇത് അവിടെ കണ്ട കുറെ ചെരുപ്പ്, ഷൂസിന്റെ ഒക്കെ ഷോപ്പാണ്. പിന്നെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കാശ്മീരിൽ വരുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന ടൈപ്പ് ഓഫ്
ഒത്തിരി വർണ്ണാഭമായ ഡ്രസ്സുകൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം തന്നെ കാണാനായിട്ട്. പിന്നെ അതെ, എവിടെ പോയാലും ഇങ്ങനെ ജാക്കറ്റ്സ്, ബാഗ്, ബെൽറ്റിന്റെ കളക്ഷൻ ആണ്. ഇത് സെൻട്രൽ വരുന്ന ഹെറിറ്റേജ് ഏരിയ ആണ്, ഒരു ഗ്യാതറിംഗ് ഏരിയ ആണ്. ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു മേശ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ പവലിയന്റെ ഇൻസൈഡ് വരുന്നത്. ഇൻസൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. പിന്നെ അതുപോലെ അവിടെ മഡിന്റെ ക്ലേ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. ക്ലേ പോട്ട്സ്, ഫ്ലവർ വേസസ്, കപ്പ്, മഗ്, അങ്ങനത്തെയൊക്കെ. ഇത് അവിടുത്തെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു അവരുടെ പാകിസ്ഥാൻ ഒരു ഡാൻസ് ഫോം നമ്മളെ ഒത്തിരി അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഡെനിമിന്റെ പ്രോഡക്ട്സ്. അത് എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന്റെ പേര് തന്നെ അറിയില്ല. കാരണം ബാഗ് ഓക്കെ, അത് കൂടാതെ നമ്മുടെ ഗ്ലാസ് ഒക്കെ വെക്കാൻ പാകത്തിനുള്ള കവറുകൾ, കെറ്റിലിനെ കവർ ചെയ്ത് വെച്ചേക്കുന്നു. പെർമനന്റ് ആയിട്ടും ഇടാം, സിബ് ഉണ്ട്, അപ്പൊ അത് നമുക്ക് മാറ്റാം. ലോക്ക് ഉണ്ട്. ഇതാണ്ട് വേസുകളാണെന്ന് എനിക്ക് തോന്നുന്നു. മൊബൈൽ കവറുകള്, അതുപോലെ പിന്നെ നമുക്ക് ഈ എന്തെങ്കിലും പോട്ട്സ്, ലാമ്പൊക്കെ പോലെ പൊട്ടുന്ന ഐറ്റംസ് സൂക്ഷിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ. ഇതിങ്ങനെ പവലിയൻസ് കണ്ട അടുത്തടുത്ത്. ഈ പാകിസ്ഥാൻ പവലിയന്റെ അടുത്ത് തന്നെയാണ് ടർക്കി പവലിയൻ. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ടർക്കി പവലിയന്റെ ഇൻസൈഡ് നമ്മൾ കയറിയില്ല. ഇതാണ് പുറത്തുനിന്നുള്ള ആ ഒരു എൻറ്റയർ ആ ഏരിയയുടെ ഒരു വ്യൂ ആണ്. അപ്പൊ ഇത് നമ്മുടെ ടർക്കി പവലിയന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ വ്യൂ ആണ്. ഇത് അതിന്റെ ഇൻസൈഡ് ആണ്. ഇസ്താൻബുൾ എന്ന് പറഞ്ഞൊരു ഷോപ്പൊക്കെ കണ്ടു. പിന്നെ നമുക്ക് ഏകദേശം മിഡിലായിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഏകദേശം നമ്മൾ ഇതിലൂടെ നടന്നു പോയിട്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക്, അതായത് ഫുഡിന്റെ അതെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റെയിൽവേ മാർക്കറ്റ് അല്ല, ഇത് വേറെ ഒരു ഏരിയ ആണ്. അതും വെള്ളത്തില് ഒരു മാർക്കറ്റ് പോലെ കുറേ കൈൻഡ് ഓഫ് ഫുഡിന്റെ ഷോപ്പുകൾ സെറ്റ് ചെയ്തേക്കുവാണ്. ഇത് പോകുന്ന വഴിയൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി നല്ലൊരു സ്ഥലം കണ്ടതാണ് കേട്ടോ. നല്ല ലൈറ്റ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ഏരിയയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതാണ് ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ആ ഒരു ഇതിലൂടെ അവിടെ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എൻറ്റയർ ഗ്ലോബൽ വില്ലേജിന്റെ ഒരു പവലിയൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാം. നമ്മൾ അവിടെ നിന്നും ചെറിയൊരു സ്നാക്ക് ഒക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് വാങ്ങിച്ചതല്ല, വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ പോയിരുന്നു നമ്മൾ കഴിച്ചു. ഇതാണ് അതിന്റെ ആ ഒരു അവിടെ നിന്ന് കഴിച്ചപ്പോൾ ചുറ്റിനും നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത്. ടോട്ടൽ ഗ്ലോബൽ വില്ലേജിന്റെ ഒരു പവലിയൻസ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നൊക്കെ നമുക്ക് കാണാം. യൂറോപ്പ്, അമേരിക്ക, അതുപോലെ റഷ്യ, ആഫ്രിക്ക, ഇത്രയും പവലിയൻസ് ഇങ്ങനെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. പവലിയൻസ് ഇങ്ങനെയാണ് തൊട്ടടുത്തടുത്തായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ ഇടയിലൂടെയൊക്കെ നമുക്ക് പല 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 വഴികൾ, അതുപോലെ പല ഫുഡ് സ്റ്റോളുകളിലേക്കൊക്കെ പോകുന്ന വഴികൾ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങള് അടുത്തതായിട്ട് നമുക്ക് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പവലിയനാണ് ആഫ്രിക്കൻ പവലിയൻ. അപ്പൊ ആഫ്രിക്കൻ പവലിയന്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നത് നമുക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ആണ് കേട്ടോ. നേരെ അവിടെ കുറച്ചിങ്ങനെ മൃഗങ്ങളുടെയൊക്കെ സ്റ്റാച്യൂസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, എന്തോരം സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെന്ന് അറിയാം അവർ ഓഫർ ചെയ്യുന്നത്. അതായത് എല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് ആണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നാച്ചുറൽ സോപ്പുകള്, അതുപോലെ ക്രീംസ്, മോയ്സ്ചറൈസിങ് ക്രീംസ്, ഷിയ ബട്ടർ, സ്മെല്ലുള്ളതും ഇല്ലാത്തതും ഉണ്ട്. പിന്നെ അവരുടേതായിട്ടുള്ള കൾച്ചറൽ ടൈപ്പ് ഓഫ് ഡ്രസ്സുകള്, ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സഞ്ചി, ബാസ്ക്കറ്റ്, അങ്ങനത്തെ കുറെ ഐറ്റംസ്, അതുപോലെ ബൗളുകള്, പാത്രങ്ങള്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഡ്രസ്സൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ്. പിന്നെ എല്ലാ ഷോപ്പിലും എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇതുപോലത്തെ സ്കിൻ കെയർ പ്രോഡക്ട്സും ഇതുപോലെ ഇതൊക്കെ പുകയ്ക്കുന്ന സ്മെല്ലുള്ള ഐറ്റംസ് ഒക്കെ ഇല്ല, അതൊക്കെയാണ്. പിന്നെ കൊമ്പുകള്, ആനക്കൊമ്പാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ അതുപോലത്തെ കാണുന്ന കൊമ്പുകള്, പിന്നെ നമ്മുടെ അല്ലാത്ത ജ്വല്ലറി പോലത്തെ ആക്സസറീസ്, ചെരുപ്പുകൾ, ഇതൊക്കെ നാച്ചുറൽ സ്കിന്നാണെന്നൊക്കെ പറയുന്നു. സ്നേക്കിന്റെ, പാമ്പിന്റെ പോലത്തെ സ്കിന്നൊക്കെ ഉള്ള ഒരു ചെരുപ്പുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ ആ പറഞ്ഞ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. എവിടെ നോക്കിയാലും ഇത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പിളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പുറത്ത് വെച്ചേക്കാണ് കേട്ടോ. നമ്മളെ അവിടെ ചെല്ലുമ്പോൾ അവര് നമ്മുടെ കയ്യില് ഈ ഇവരുടെ പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മളെ റിസൾട്ട്, ലൈവ് റിസൾട്ട് ഒക്കെ കാണിച്ചു തരുന്നുണ്ട് അവിടെ വെച്ചിട്ട്. അവർ ആ മോയ്സ്ചറൈസർ ഒക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു നമുക്ക് നല്ല ഒരു ഇത് തോന്നും. പിന്നെ
അതുപോലത്തെ ഒരുപാട് വുഡിന്റെ ആണെങ്കിലും നമുക്ക് ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന പോലത്തെ ഐറ്റംസും ഉണ്ട്, അല്ലാതെ ഹോം അപ്ലയൻസസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിച്ചൺ ഐറ്റംസ് പോലുള്ളതും ഉണ്ട്. എന്ത് ഭംഗിയാണെന്ന് അറിയോ മൊത്തത്തിൽ കാണാൻ. നമുക്ക് എല്ലാം ഒന്നും വീഡിയോയിൽ വന്നിട്ടില്ല, പക്ഷെ ഭയങ്കര രസമുണ്ട് ഈ ഒരു പവലിയന്റെ ഇൻസൈഡ്. അത്രയധികം സാധനങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടോ, വുഡിന്റെ ഐറ്റംസ് ആണ് ഇതൊക്കെ. നല്ല നല്ല ഭംഗിയുണ്ട്. ചെറിയ, അതായത് തീരെ ചെറിയ നമുക്കൊരു കീ ചെയിൻ ടൈപ്പിൽ യൂസ് ചെയ്യുന്നത് മുതൽ വലുത് വരെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ സോഡ കുപ്പിയുടെ അടപ്പ് പോലത്തെ അടപ്പ് കൊണ്ട് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണത്, ചെറിയൊരു വണ്ടി. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞ് നമ്മുടെ കീ ചെയിന്റെ വലിപ്പമുള്ള ഐറ്റംസ് മുതൽ വലിയ നമ്മളെക്കാളും പൊക്കമുള്ള പോലത്തെ ഐറ്റംസ് വരെ നമുക്ക് ഇവിടെ മരത്തിലും അതുപോലെ ബാമ്പു പോലുള്ള ഐറ്റംസിലൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാല, വള, കമ്മല്, അങ്ങനത്തെ കുറെ ഐറ്റംസും ഉണ്ട്. ഇതൊരു ജൂനിയർ മാൻട്രിക് ആണ്. അപ്പോ അവിടെ കണ്ട നല്ല ചിരിച്ചുകൊണ്ട് എല്ലാ ആക്സസറീസിന്റെ ഇടയിൽ ആ ഒരെണ്ണം മാത്രമേ കണ്ടോളൂ കേട്ടോ. പിന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് ഒരു വഞ്ചിയിൽ രണ്ടുപേരിരുന്ന് തുഴഞ്ഞു പോകുന്ന ഒരു സെറ്റപ്പ്. എന്ത് ക്യൂട്ടായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഭയങ്കര അതെന്തോ ഒരു കട്ടിയുള്ള ഒരു നൂല് പിരിച്ചിട്ട്, നൂല് മീൻസ് എന്തോ ഒരു മരത്തിന്റെ ഒരു നൂല്, കുറച്ച് കട്ടിയുള്ള ചൂരല് പോലത്തെ ഉള്ള അത് പിരിച്ച് ചെയ്തേക്കുന്നതാണ്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന ബെൽറ്റുകൾക്കും അതുപോലെ തന്നെ പ്രത്യേകതയുണ്ട്. ബെൽറ്റും ചെരുപ്പൊക്കെ അതാട്ടോ ഇങ്ങനെ പാമ്പിന്റെ ഒക്കെ ഒരു സ്കിന്ന് പോലത്തെ ഒരു ടെക്സ്ചർ അല്ല, ആ ഒരു ലുക്ക് അങ്ങനെയാണ്. പിന്നെ വിഷറികളൊക്കെ എല്ലാം തന്നെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പീസസ് ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ രൂപങ്ങള്, ആനക്കൊമ്പ് പോലുള്ള കൊമ്പുകള്, അതിനകത്ത് തന്നെ കാർവിംഗ് വർക്കുകളും നല്ല ചിത്രരചനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ട് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ കാണാൻ നല്ല ഒരു രസമല്ലേ, വീട്ടിൽ വെക്കാനൊക്കെ ഒന്നോ രണ്ടോ ഐറ്റംസ് ആയിട്ടൊക്കെ വാങ്ങിച്ചു വെക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ സ്പൂണ്, തവി, ഫോർക്ക്, പാത്രങ്ങള്, അതൊക്കെ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ നമ്മുടെ സോഡ കുപ്പിയുടെ അടപ്പ് പോലത്തെ അടപ്പാണ് കേട്ടോ. ഇത് വരുന്നത് കൊക്കോകോള, ഫാൻറ്റ അങ്ങനത്തെ ഉള്ള പെപ്സിയുടെ ഒക്കെ അടപ്പ് കൊണ്ട് ചെറിയൊരു ബാസ്ക്കറ്റ് പോലെ ചെയ്തേക്കുന്നു. അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ നല്ലൊരു എക്സ്ട്രീം ഉദാഹരണങ്ങളായിട്ട് നമുക്ക് തോന്നിയ ഒരു കാര്യങ്ങളാണ്. നല്ല രസകരമായിട്ട് തന്നെയാണ് എല്ലാ ഐറ്റംസിന്റെയും പ്രസന്റേഷനും. അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ. പിന്നെ ഇത് മെഹന്തി ഒക്കെ ഇടുന്ന സ്റ്റാളായിരുന്നു. നാച്ചുറൽ ഓർഗാനിക് ഷിയ ബട്ടർ അത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കുറച്ചെടുത്തിട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അമ്മയുടെ കയ്യിൽ കൊണ്ട് തേച്ചു. അമ്മ ഞെട്ടിപ്പോയി, അയ്യോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്നിട്ട് തേച്ച് കാണിക്കുന്നതാണ്. അമ്മ സ്മെല്ല് ചെയ്ത് നോക്കിയതാണ്. അതിന് സ്മെല്ല് ഉണ്ടായിരുന്നില്ല. സ്മെല്ലുള്ളതും ഉണ്ട് കേട്ടോ, നല്ല സ്മെല്ലുള്ളതും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ ഷോപ്പും ഇങ്ങനെ ഓരോ പേരും നെയിമും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ആഫ്രിക്കൻ പവലിയന്റെ ഇൻസൈഡ് ലുക്ക്. നല്ല തിക്കായിട്ടാണ് ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ കടയിലും നമ്മൾ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലത്തെ വുഡൻ ഐറ്റംസ് ഒക്കെ കാണും കേട്ടോ. ഭയങ്കര അട്രാക്റ്റീവ് ആണ് എല്ലാ ഷോപ്പും. കളർഫുൾ ആണ്, നല്ല തിക്കായിട്ട് സാധനങ്ങൾ ഉണ്ട്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ആഫ്രിക്കൻ പവലിയന്റെ ഇൻസൈഡ് വരുന്ന സ്റ്റേജ്. അന്ന് അവിടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ ഇതിനു മുമ്പ് പരിപാടി കണ്ടിട്ടുണ്ട്. നല്ല പരിപാടികളാണ് അവരുടെ. ഈ കസേര നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അവരുടെ പ്രോഗ്രാം ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഒരു അവരുടെ കൊട്ടൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക രസമുണ്ട്. ബാഗുകള്, അതൊക്കെ കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡിന്റെ സ്ട്രീറ്റിലേക്ക് വന്നു. ഈ ഫുഡിന്റെ സ്ട്രീറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും നിറയെ ഫുഡുകൾ, അതായത് ആ ഒരു സ്ട്രീറ്റിന്റെ രണ്ട് സൈഡും ഫുള്ള് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കിയോസ്കുകളാണ്. ബോസ്നിയൻ കബാബ് ഫേമസ് ആണ്, ഭയങ്കര ടേസ്റ്റിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. അപ്പോൾ ഈ കബാബ് ഉണ്ടാക്കുന്നതാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാ ചെറിയ ഒരു സ്റ്റോളും അതുപോലെ എന്ത് തരം ഫുഡ് കിട്ടുന്ന ഒരു ഏരിയ ആണിത്. ആ സ്ട്രീറ്റിന്റെ ബോത്ത് സൈഡും നമുക്ക് ഇതുപോലെ കണ്ടോ, എല്ലാ ഷോപ്പുകളാണ്. പല 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 തരത്തിലുള്ളതുണ്ട്. ജ്യൂസസ് ആയിക്കോട്ടെ, ഷേക്ക് ഐറ്റംസ്, ഡെസേർട്ട് ഐറ്റംസ്, സ്വീറ്റ്സ്, അതുപോലെ ഇപ്പൊ നമ്മൾ കാണിച്ച പോലത്തെ ടർക്കിഷ്, ലെബനിയൻ ഫുഡ്സ്, അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് ഫുഡ്സും കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ആണിത്. ഇതൊക്കെ
നമുക്ക് പറയുന്നത് വെച്ചിട്ട് മിക്സ് ചെയ്ത് ഒക്കെ തരുന്ന ഒരു ഏരിയ ആണ് ഇത്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയ ഒരു രക്ഷയില്ല, അത്ര അധികം ഫുഡ് ഉണ്ട്. നമുക്ക് എല്ലാം ഒന്നും കഴിച്ചു തീരാൻ പറ്റില്ല, അത്ര അധികം ഉണ്ട് അവിടെ. ഈ കാണുന്നത് ഓരോ കാണുന്നതും കുഞ്ഞു കുഞ്ഞു ഫുഡ് സ്റ്റോളുകളാണ്. പല പല വെറൈറ്റീസ് ആണ് ഓരോ ഷോപ്പും പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ രാജ്യത്തെയും എല്ലാ തരം ഫുഡുകളും നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഇത് അതെ വേറൊരു സ്ട്രീറ്റ് ആണ്, ഫിയസ്റ്റ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡിന്റെ സ്ട്രീറ്റ് ആണ്. ഇതിന്റെ അകത്തും അതെ ഫുള്ള് ഫുഡാണ് രണ്ട് വശത്തും. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വ്യാപാരികളാണ്. നമ്മൾ വാങ്ങിച്ച ഒരു ഫുഡാണ് ഇത്. പാകിസ്ഥാൻ ബിരിയാണിയാണ്, മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ബിരിയാണിയായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യത്യസ്തമായൊരു രുചിയാണ് പാകിസ്ഥാൻ ബിരിയാണിക്ക്. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സ്പൈസി അല്ല. നമുക്ക് അതിന്റെ കൂടെ തരുന്നത് ഒരു സാലഡാണ്. അപ്പൊ അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇത് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഫോർട്ടിക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച തായ്ലൻഡ് ഫുഡാണ്, മസിൽസ്. ഷെൽ ഫുഡ്സിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 തരം സോസ് ഒക്കെ ഒഴിച്ചിട്ടാണ്. ഒന്ന് ഒരു ഗ്രീൻ ടച്ച്, അതിന്റെ സ്കിൻ അപ്പൊ നമുക്ക് ഒരു വൈറ്റ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നത് സോസ് രണ്ടും സെയിം ആണ്, പക്ഷെ അതിന്റെ കുക്കിങ്ങിൽ എന്തോ വ്യത്യാസമുണ്ട്. ആ 2 കളറിനും ഒരു ടേസ്റ്റ് ആണ്. നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. രണ്ടും ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ ഇത് ഒരു തായ്ലൻഡ് ഫുഡാണ്. കല്ലുമ്മക്കായുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിക്കാനായിട്ട് അറബിക് ഡിഷ് ആയിട്ടുള്ള ചിക്കൻ മത്ഫൂണാണ് മേടിച്ചത്. നല്ല പൊടി പൊടിയായിട്ട് ചിക്കനൊക്കെ വെന്ത് സോഫ്റ്റ് റൈസും ചട്നി റേത്തിയൊക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സൗദി പവലിയനിൽ നിന്ന് ഡേറ്റ്സിന്റെ ബിസ്ക്കറ്റും യമൻ പവലിയനിൽ നിന്ന് ഹണിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോസ് ഒക്കെ ഫുൾ ആയിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.